ജനവിധിയുടെ അനന്തരഫലം, പ്രത്യാഘാതങ്ങൾ, സ്വാധീനങ്ങൾ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ശ്രീ ഉഴവൂർ വിജയൻ, ശ്രീ കെ എം മാണി എന്ത് ചെയ്യും? പുള്ളിയുടെ വാർഡിൽ 4 വോട്ട് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാണ് ഇന്ന് ജയലളിത ഇടുന്ന പോലെ വലിയൊരു മാല കഴുത്തലിട്ടുകൊണ്ട് പാലായി കൂടെ നടക്കുകയാണ്. അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം നടക്കുക 4 വോട്ടാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ ആ വാർഡിൽ തോറ്റായിരുന്നു. അതുകൊണ്ട് മാണി എന്ത് ചെയ്യുമെന്ന് പറയേണ്ട കാര്യമില്ല. ബിജു രമേശ് ഇവിടെ പലതവണ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും മാണി രാജിവെക്കണമെങ്കിൽ ഒറ്റ പണി മാത്രമേ ഉള്ളൂ, ഉമ്മൻചാണ്ടി രാജിവെക്കുക. അങ്ങനെ ആകുമ്പോൾ മാണിയുടെ പണി പോകും. അല്ലാതെ മാണി സ്വയം രാജിവെക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു കളിയാണ്. അതുകൊണ്ട് ദൈവം ഇതിൽ വീണ്ടും കയറി ഇടപെടുമോ? എന്തിനാണ് ദൈവത്തെ പഴിക്കുന്നതിനകത്ത്? അല്ല, പഴിക്കുകയല്ല, അല്ല, ദൈവം ഉന്നതനാണ്. അദ്ദേഹം യേശു ചാട്ടവാറ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളെ അടിക്കാറ് പതിവ്. പക്ഷേ ഇങ്ങേരുടെ ശരീരപ്രകൃതി വെച്ച് അടിച്ചാൽ യേശുവിന് അതൊരു പ്രയാസം കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. അല്ലെങ്കിൽ കോടതിയെ കൊണ്ട് ഈ അടി കുടിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മാണി സാർ ഇനി രക്ഷപ്പെടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. രക്ഷപ്പെടാനുള്ള അവസാന ശ്രമം ഒരു കണക്കിന് പറഞ്ഞാൽ ഈ സർക്കാർ തന്നെ വെന്റിലേറ്ററിലാണ്. അതാര് ഊരും എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നമുള്ളൂ. അതേതായാലും 11-12 ആകുമ്പോഴത്തേക്കും ശരിയായി. മലയാള പരിഭാഷ അതൊരു മുഹൂർത്തം കണ്ടുപിടിക്കാൻ വേണ്ടി ജോൾസിനോട് ചോദിച്ച് ഡേറ്റ് വെച്ചിരിക്കുന്നതാണ്. ഏതായാലും സുധീരൻ അതിനൊരു അഭിപ്രായം പറയും. വളരെ പതുക്കെ അത് പറഞ്ഞു, ഞങ്ങൾ ചർച്ച ചെയ്യും. ശ്രീ കെ എം മാണി പാലായിൽ ജയിച്ചപ്പോൾ കാണിച്ച് ആഹ്ലാദം കണ്ടിട്ടേ പാലായിലെ പ്രധാനമന്ത്രിയാണ് താൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ വാസ്തവത്തിൽ ആ ആഹ്ലാദ പ്രകടനം കേരള കോൺഗ്രസുകാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. അത് UDF കോൺഗ്രസുകാർക്കുള്ളൊരു മുന്നറിയിപ്പാണ്, ഒരു സന്ദേശമാണ്. ഈ ബാർക്കോഴ കേസെങ്ങാനും ഇനി എന്താ തോൽവിയിൽ നിങ്ങളൊരു കാരണമായിട്ട് ഉയർത്തി കാണിക്കണ്ട എന്ന് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാണ് അത്രയും കഷ്ടപ്പാട് പറഞ്ഞു അസന്നിഗ്ധമായിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മറ്റൊരു പ്രസ്താവന ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ് SNDP അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടേ ഇല്ല. ഏത് തെരഞ്ഞെടുപ്പ്, എന്ത് തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചു. പക്ഷെ കൊല്ലം തുളസി, താങ്കൾ ചിരിച്ചു വന്നേരം അത് കേട്ടത് പറയൂ, താങ്കൾക്ക് തോന്നിയത് കേട്ടപ്പോൾ? ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വീട് കിട്ടിയ അല്പ സമയത്തിലൊക്കെ ഈ ചാനൽ ചർച്ച കേട്ടോണ്ടിരിക്കും. അതിനകത്ത് ഇവരെല്ലാവരുടെയൊക്കെ പലതും പല അഭിപ്രായങ്ങളും. LDF-കാരുടെ അവകാശവാദം, UDF-കാരുടെ അവകാശവാദം, അതിനിടയിൽ ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇവരാരും ഒന്നും അംഗീകരിക്കുന്നില്ലല്ലോ. പരാജയം 2 പേരുടെ ഭാഗത്തുണ്ട്. LDF-നും പരാജയമുണ്ട്, പക്ഷെ മൊത്തത്തിൽ അവർക്ക് മുന്നേറ്റമുണ്ട്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. UDF-ന് പരാജയമുണ്ട്, ചിലയിടത്ത് വിജയമുണ്ട്. ഇതൊക്കെ സത്യത്തിന് അപ്പുറത്തായിട്ടാണ് ഓരോ ചാനൽ ചർച്ചയിൽ വരാൻ പറയുന്നത്. അത് കണ്ടപ്പോൾ അല്ല, താങ്കൾ സത്യം പറ, എന്താ സംഭവിച്ചത്? അല്ല, നമ്മൾ ഈ ആമയുടെ മുയലിന്റെ കഥ 2 വെള്ളാപ്പള്ളി നടേശൻ ഈ ചിത്രത്തിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ, സംശയം എവിടെ? അദ്ദേഹത്തിന്റെ അദൃശ്യമായ ചില സഹായങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അരൂപിയല്ല, അത് കാര്യം എന്താ അറിയോ? ഇതേ ചാനലിൽ തന്നെ ഒരു ദിവസം ബിജു രമേശ് കൊണ്ടുവന്ന ഒരു ബോംബ് നിങ്ങൾ പൊട്ടിച്ചായിരുന്നല്ലോ. പിന്നെ 5-ാം തീയതി 4-ാം തീയതി രാത്രി ആ ബോംബ് വലുതായിട്ടൊന്നും പൊട്ടിയിരുന്ന എനിക്ക് വന്നത്. ഞങ്ങൾ ആ ബോംബ് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം, പത്മകുമാറിനെ ബോധ്യപ്പെടുത്തി തരാം. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ല, നമുക്കൊരു അനാലിസിലേക്ക് പോകേണ്ട ഒരു ട്രിവാൻഡ്രത്ത് എന്ത് സംഭവിച്ചു 2010. ഇതാണ് 2010 ചിത്രം. ഒരു തരത്തിലും ഒരാശങ്കയില്ല. 2010 കോർപ്പറേഷനിൽ 51 LDF, 41 UDF, പത്മകുമാറിൻ്റെ പാർട്ടിക്ക് 6, നഗരസഭ 2-2, ജില്ലാ പഞ്ചായത്ത് UDF-ന്, ബ്ലോക്ക് പഞ്ചായത്ത് UDF-ന് 6-5, ഗ്രാമപഞ്ചായത്ത് UDF-ന് 39-34. ഇതാണ് ഡീൻ. ഇതിൽ യാതൊരു തരാറില്ലല്ലോ. ഇനി 2015 എന്ത് സംഭവിച്ചു? ഏറ്റവും ലേറ്റസ്റ്റ് വരാൻ പോകും. ലേറ്റസ്റ്റ് നോക്കുക, ലേറ്റസ്റ്റിലേക്ക് വരും. റൈറ്റ് സൈഡിൽ നോക്കുക. 2000 ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് പറയൂ രാജീവ്. ഗ്രാമപഞ്ചായത്ത് LDF 50 നോക്കുക. ഇവിടെയാണ്, ഇതാണ് നോക്കേണ്ടത്. കുറച്ചുകൂടി നോക്കുക. അതായത് 34-ൽ നിന്ന് 50-ലേക്ക് LDF നില മെച്ചപ്പെടുത്തുന്നു. UDF 20-ലേക്ക് താഴുന്നു. BJP 3 ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക്. ഇനി ബ്ലോക്ക് LDF 9, UDF 2, ജില്ലാ പഞ്ചായത്ത് അത് LDF-ന്റെ പക്കലേക്ക് പോകുന്നു. മുനിസിപ്പാലിറ്റി, അതാണ് ഏറ്റവും പ്രധാനം, 2-2 ഉണ്ടായിരുന്നത് 4-0 പോകുന്നു.
കോർപ്പറേഷൻ 1 LDF മുന്നിട്ട് നിൽക്കുന്നു, ഹങ് കോർപ്പറേഷൻ. അപ്പൊ തിരുവനന്തപുരത്ത് ഗ്രാമ നഗരപ്രദേശങ്ങളിൽ ഒരുപോലെ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മ, BJP ചില പോക്കറ്റുകളിൽ ശ്രദ്ധേയമായിട്ടുള്ള വിജയം കൊയ്യുന്നു. ഡീൻ, സംശയമുണ്ടോ ഡീൻ? ഇല്ല. ഓക്കെ. ബിജു രമേശ്, താങ്കളുടെ ബാർക്കോഴ ഇവിടെ എസിയോ എസിയിലെയോ? തീർച്ചയായിട്ടും എസി. കാര്യം ടൂറിസം മേഖല പോലും ഈ ബാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തകർന്നു പോയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള തിരുവനന്തപുരം തൊട്ടുള്ള പല മേഖലകളിലും ടൂറിസത്തെ തന്നെ തകർത്തിട്ടുണ്ട്. ടൂറിസം മേഖലയെ തകർത്തിട്ടുണ്ട്, തൊഴിലുകളെ ബാധിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി ഒരുപാട് ക്രൈസിസ് ഇതുമായി ഈ ടൂറിസവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് മേഖലയിലുള്ളവർ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ കുറേ പേര് LDFന് വോട്ട് ചെയ്തു, കുറേ പേര് BJPക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് അതിലേക്ക് കോൺഗ്രസിൻ്റെ വോട്ട് ഇതിൽ രണ്ടിലേക്ക് സ്പ്ലിറ്റായി വന്നത്. അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വരവോടുകൂടി ഈ BJPക്ക് കുറേ അനുഭവം ഉണ്ടായിരുന്ന ശ്രീനാരായണ ധർമ്മവേദിയുടെ തന്നെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ധർമ്മവേദിയിലുള്ളവർ പോലും LDFനും BJPക്കുമായിട്ട് വോട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി. അതിലുള്ള UDFകാർ പോലും മാറി വോട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടൊന്ന് കാണിച്ചില്ലായിരുന്നെങ്കിൽ BJPക്ക് ഇതിനേക്കാളും കൂടുതൽ വോട്ട് കിട്ടുമായിരുന്നു എന്നുള്ള അവസ്ഥ തള്ളിക്കളയരുത്. അതിനെക്കുറിച്ച് കാര്യം നമ്മൾ കനിച്ചുകുളങ്ങര മാത്രം എടുത്താൽ മതിയല്ലോ. സ്വന്തം തട്ടകത്തിൽ പോലും BJPയുടെ അവസ്ഥ എന്തായിരുന്നു? 3ാം സ്ഥാനത്തേക്ക് തള്ളി താഴോട്ട് പോയില്ലേ? ഞാൻ ഞാൻ കനിച്ചുകുളങ്ങര പോയി സംസാരിച്ചതാണ്. ഈ കനിച്ചുകുളങ്ങര ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ 10,000-2000 ആൾക്കാർ കൂടി. അന്ന് വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ച് പറഞ്ഞാൽ ജനം എന്നെ കൈവയ്ക്കും. ഞാനുണ്ടായിരുന്നു, പ്രൊഫസർ സാനു മാസ്റ്റർ ഉണ്ടായിരുന്നു. ഒരു സാംസ്കാരിക സമ്മേളനത്തിന് പോയതാണ്. അത്രമാത്രം ജനങ്ങളുടെ വികാരമായിരുന്നു. കള്ളക്കേസിൽ കുടുക്കി 5 പേരെയാണ് പ്രതികളാക്കി ജയിലിലാക്കുകയും അവരെ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് അന്നേ ആ ചടങ്ങിൽ അന്ന് സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് അവർക്ക് സ്വീകരണം കൊടുക്കുകയായിരുന്നു. അവർക്ക് ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ സാനു മാസ്റ്ററായിരുന്നു. പക്ഷേ സാനു മാസ്റ്റർ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിച്ചത് മൊത്തം വെള്ളാപ്പള്ളി നടേശൻ കാണിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ഗുരുദേവ നിന്ദകളെക്കുറിച്ചാണ്. പ്രൊഫസർ സാനു മാസ്റ്റർ 88 വയസ്സായ സാനു മാസ്റ്ററുടെ വികാരം ഒന്ന്. താങ്കൾ പറഞ്ഞത് വെള്ളാപ്പള്ളി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ ആയിരുന്നതാണോ? ഫാക്ടർ ആയിരുന്നില്ല. BJPക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു 30% വോട്ട് വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്ന് കാണിച്ചതോടുകൂടി അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിഷമം മാത്രമേ എനിക്ക്. തുളസി, അതോട് ഭാഗികമായിട്ട് താങ്കൾ ചേരുന്നു? അല്ലാതെ ബിജു രമേശ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്ര അറിവില്ല. അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ഒരു റിസർച്ച് സ്കോളറുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് താങ്കൾ അതിനെ തള്ളുന്നില്ല? തള്ളുന്നില്ല. ഞാൻ അതിനെ കൂടെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തതുകൊണ്ട് തള്ളുന്നില്ല. ഇല്ല, അഭിപ്രായം പറയുന്നില്ല. അത് പറയാൻ അവിടെ പത്മകുമാറുമായിട്ടൊരു വിയോജിപ്പുണ്ട് കൊല തുളസിക്ക്. ഈ വെള്ളാപ്പള്ളി മത്സരിച്ച വെള്ളാപ്പള്ളിയുടെ വീട് ഇരിക്കുന്നത് BJP 2ാം സ്ഥാനമാണ് വന്നിട്ടുള്ളത്. 3ാം സ്ഥാനം? അല്ല, 2ാം സ്ഥാനമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി മാത്രം നമ്മൾ പരിശോധിച്ചാൽ പറ്റും. BM സുധീരൻ്റെ വാർഡാണ് പട്ടം വാർഡ്, എൻ്റെ കൂടെ വാർഡാണ്. അവിടെ BJP ജയിച്ചത്. കെ ബാബുവിൻ്റെ വാർഡ് BJP ആണ് ജയിച്ചിട്ടുള്ളത്. ക്വിക്കായിട്ട് തിരിച്ചു വരാം. ഇനി കൊല്ലത്തേക്ക് പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടാൻ വേണ്ടി. കൊല്ലത്ത് 2010 കൊല്ലം കോർപ്പറേഷൻ LDF ഭരിച്ചിരുന്നു. പക്ഷെ ഒറ്റ സീറ്റിൻ്റെ വ്യത്യാസമാണ്, 28-27. നഗരസഭ LDF 2, UDF 1. ജില്ലാ പഞ്ചായത്ത് LDF ഭരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് LDFന് ഭൂരിപക്ഷം. ഗ്രാമപഞ്ചായത്ത് 42-28. ഏറെക്കുറെ LDFന് മേൽക്കോയ്മയുള്ള ഒരു ചിത്രമായിരുന്നു കൊല്ലത്ത് വന്നത്. ഇപ്പോൾ 2015 എന്താണ് നോക്കുക. 2015 61 ഗ്രാമപഞ്ചായത്തുകളിൽ 68-ൽ 61 ഗ്രാമപഞ്ചായത്തുകൾ. 42 എന്നുള്ളത് 61ആയിട്ട് LDF ഉയർത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡീൻ, ഒരു ഘടകകക്ഷിയെ കൂടി അധികം അവിടെ കിട്ടിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതായത് ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ സംഭവിച്ചിട്ടുള്ള പരാജയമാണ് യഥാർത്ഥത്തിൽ UDFനും കോൺഗ്രസിനും ഇത്രമേൽ ആഘാതമേൽപ്പിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള പരാജയം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഓർഗനൈസേഷണലായി എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇത് സ്ഥാനാർത്ഥികൾ, ഞാനിത് പറയുന്നത് വീണ്ടും വീണ്ടും പരാജയം അംഗീകരിച്ചില്ല, അതിനെ ന്യായീകരിക്കുകയാണ് എന്ന് പറയുന്നതല്ല. നമ്മൾ പ്രത്യേകിച്ചും ഒരു സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഘട്ടം മുതലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷേ അവിടെ മുതൽ ഈ പറയുന്ന പ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് പറയാൻ അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് UDFന് വിഴിഞ്ഞം പോലും, അതായത് വിഴിഞ്ഞം വാർഡിൽ വിജയിക്കാനായില്ല
എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു റിബൽ സ്ഥാനാർത്ഥിയെ നമ്മുടെ UDF-ന്റെ പരാജയം ഉറപ്പിക്കുകയായിരുന്നു. അതായത് UDF അർഹിച്ച ഒരു വിജയം വ്യക്തമായി ആ ഘടകമുണ്ട്. പക്ഷേ ഒരു നിലയിൽ സ്വാധീനമുണ്ടോ സീമ? പാർട്ടി ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തും. അത് വ്യക്തമായി. കൊല്ലത്തിന് വലിയൊരു അപകടം UDF-ന് ഉണ്ടായിരുന്നില്ല. അല്ല, നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ വലിയൊരു അപകടം ഉണ്ടാകാത്ത സ്ഥലമാണ് കൊല്ലം. താരതമ്യേന വളരെ നല്ല രീതിയിൽ പോയതാണ്. താരതമ്യേന റിബൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവായിരുന്നു എന്നുള്ളത്. എന്താണ്? തിരുവനന്തപുരത്താണ് റിബലുകൾ ഉണ്ടായിരുന്നു. കൊല്ലത്ത് കാര്യമായ റിബലുകൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കൊല്ലത്ത് ഈ UDF LDF തമ്മിലുള്ള വ്യത്യാസം വെറും 62,000 വോട്ടാണ്. 6,88,545 LDF-ന് കിട്ടിയപ്പോൾ UDF-ന് 6,26,318. 2010 അല്ല 62,000 വോട്ടിന്റെ വ്യത്യാസമാണ്. അത് ഷിഫ്റ്റ് വരുമ്പോൾ നമ്പർ ഓഫ് സീറ്റിന്റെ എണ്ണം നമുക്ക് ചിലപ്പോ കൂടിയ വരും. പത്മകുമാർ, ഇതിപ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ പുതാൻ പറഞ്ഞാല്. ഒരു സെക്കൻഡ്, BJP-ക്ക് അങ്ങനെയാണ് 12% വോട്ട് കിട്ടിയ സമയമുണ്ട്. നമ്മൾ നോക്കേണ്ടത് പെർസെന്റേജ് ഓഫ് വോട്ട് അല്ലെങ്കിൽ കിട്ടിയ വോട്ട്. അല്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെന്റിലെ 4 സ്ഥലത്ത്, ഈ തിരുവനന്തപുരം പാർലമെന്റ് 4 സ്ഥലത്ത് ഞങ്ങൾ 1ാം സ്ഥാനം വന്നപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടു പോയില്ല. 3 സ്ഥലത്ത് അന്നാൾ ജയിച്ചു. അങ്ങനെയാണ് പത്മകുമാറെ ലോകസഭയിൽ 62 ഡിവിഷനുകൾ നിങ്ങൾ ലീഡ് ചെയ്തല്ലേ? 64. ആ ഡിവിഷൻ ഈ ഡിവിഷൻ തമ്മിൽ വ്യത്യാസം. അല്ല, അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് 31% വോട്ടല്ലേ BJP-ക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ അതിനെയല്ല ഡീൻ പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. വ്യത്യാസമൊന്നുമില്ല. ഈ പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിക്ക് 31% ഉള്ളൂ. കഴിഞ്ഞ ഈ മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം 62,000 വോട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ, അല്ലാതെ ജനങ്ങൾക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? ഓക്കെ, ശരി. ഇതാ കൊല്ലത്ത് ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ എളുപ്പം പോകുന്ന ആളായതുകൊണ്ടാണ് ഈ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ഫലം കൊല്ലത്ത് മാത്രം നിൽക്കുന്നതല്ല. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പോലാണ്. RSP പോയി മധുവിധ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഷിബു ബേബി ജോൺ വോട്ട് ചെയ്ത UDF-ന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ട് LDF ജയിച്ചു. പുളിയാർമല വീരേന്ദ്രകുമാർ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ട് LDF അവിടെ വിജയിച്ചു. ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയാണ് കൊല്ലം കാണിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നമ്മുടെ കൊല്ലം തുളസി തിരുവനന്തപുരം തുളസി എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ അവിടെ BJP 0 ആയി മുഴുവൻ. കൊല്ലം തുളസി തിരുവനന്തപുരം PO എന്നാണ്. തിരുവനന്തപുരം PO. കൊല്ലം തുളസി എന്നുള്ള പേര് ഇനി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് കൊല്ലത്തോടുള്ള ആഭിമുഖ്യം അദ്ദേഹം കൈവെടിഞ്ഞിരിക്കുന്നു. തരക്കൊല്ലല്ലോ പത്മകുമാറെ, നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു. കൊല്ലം കണ്ടവൻ ഇല്ലമെന്നുള്ള അതാ നോക്കുക. BJP നോക്കുക, ഒന്ന് താഴേക്ക് കൊണ്ടുപോവാ സാറേ. ഓക്കെ, 28 ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിരുന്ന UDF 8ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ബ്ലോക്ക് 11 LDF. വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിജയം. 8-3 ആയിരുന്നു 11-0. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം പിടിച്ചിരിക്കുന്നു. മുനിസിപ്പാലിറ്റി 4 മുനിസിപ്പാലിറ്റിയും കൊല്ലത്ത് ഇടതുപക്ഷം പിടിച്ചിരിക്കുന്നു. ഇവിടെ ഒന്നും BJP-ക്ക് ഇത് ഇവിടെ ഈ കൊല്ലം അജിത്തെ SNDP-യുടെ ഒരു തട്ടകമാണെന്നല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. പത്മകുമാർ അത് കേട്ടിരുന്നില്ലേ? പത്മകുമാറെ അല്ല, ഞാൻ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾക്ക് എത്ര മെമ്പർ ഉണ്ടായിരുന്നു നേരത്തെ? ഇപ്പം എത്ര മെമ്പറുണ്ട്? അതേപോലെ നിങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാരെ എടുത്ത് നോക്കുക. അത് നോക്കുമ്പോൾ ശ്രദ്ധേയമായ നേട്ടം ഞങ്ങൾ ആ കൊല്ലം ജില്ലയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കൊരു പഞ്ചായത്ത് ഇത്രയും വലിയ സംഘടനാ ശക്തിയുള്ള തിരുവനന്തപുരത്ത് പോലും 2 പഞ്ചായത്തിലാണല്ലോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്നത്. അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാൻ പഞ്ചായത്തിലാകുന്നതോട് ഞങ്ങൾക്ക് ജനപ്രതിനിധി എന്തെടുക്കണ്ട. കൊല്ലം കോർപ്പറേഷൻ 2 സീറ്റുകൾ. ഞങ്ങളൊന്നുമില്ല, ഒരു 2ാം സ്ഥാനത്ത് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നിട്ടില്ലല്ലോ എവിടെയും. പത്മകുമാരെ, നിങ്ങൾ 3ാം ബദലാകാൻ വെമ്പുന്നു. 3ാം ബദലാകാൻ വെമ്പുന്നു. SNDP വന്നുകൂടിയിട്ട് ഒരുപക്ഷെ ഒരു 3ാമത്തെ മുന്നണി എന്നുള്ളൊരു പരിവേഷം ലഭിക്കുന്നു. ഈ 2 സീറ്റ് കിട്ടാൻ വേണ്ടിയാണോ ബിജു രമേശ് ഇവര് ഈ വെള്ളാപ്പള്ളിയുടെ ചുമല് കയറിയത്? പലയിടത്തും 2ാം കക്ഷിയാണല്ലോ BJP. പലയിടത്തും 2ാം കക്ഷിയായിട്ട് വന്നിട്ടുണ്ട്. കൊല്ലം തുളസി ചേട്ടാ, ഈ SNDP ചിത്രത്തിൽ ഇല്ലായിരുന്ന സമയത്ത് ഇവിടെ രാജഗോപാൽ 2ാം സ്ഥാനത്ത് വരികയും കേവലം 10,000 വോട്ടിന് മാത്രം ഈ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്ത് ഇവിടെ 64 ഡിവിഷനുകളിൽ BJP ലീഡ് ചെയ്തതാണ്. അന്ന് വെള്ളാപ്പള്ളി ചിത്രത്തിലേ ഇല്ല. ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കണം, അന്ന് ഇതൊന്നും ഇല്ലായിരുന്നപ്പോൾ BJP ലീഡ് ചെയ്തു. അപ്പോൾ അത് ലീഡ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നോ? മാത്രമല്ല നരേന്ദ്രമോദി ഫാക്ടറാണെന്ന് രാമപിള്ള സാറ് പറഞ്ഞു.
അതായത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ഇവിടെയുള്ള BJP ഫോഴ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. ആ ഘടകം ഉണ്ടായിരുന്നില്ലേ പത്മകുമാരെ? അപ്പോൾ അത് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു പോയതാണ്. UP-യിലോ എവിടെ ഒരു ഗ്രാമത്തിൽ BJP തോറ്റപ്പം നരേന്ദ്രമോദി മങ്ങി എന്ന് BJP മങ്ങി എന്ന് പറഞ്ഞപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കുമ്പോൾ ഞാൻ അന്ന് താങ്കളോട് പറഞ്ഞത് ഇവിടെ കോർപ്പറേഷനിൽ ഞങ്ങൾ ജയിക്കുമ്പോൾ മോഡിയുടെ വിജയമാണെന്ന് നിങ്ങൾ സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടാ പോയത്. നമ്മൾ സമ്മതിച്ചു. പക്ഷേ വെള്ളാപ്പള്ളിയുടെ വിജയമാണെന്ന് നമ്മൾ സമ്മതിക്കുന്നില്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ പോയിന്റ് കൊല്ലത്തെ SNDP BJP ഐക്യം വേണ്ടത്ര ഫലപ്രദമായില്ല, ഫലിച്ചില്ല. അല്ലെങ്കിൽ BJPക്ക് ഇതിൽ കൂടുതൽ അവസ്ഥ ലഭിക്കേണ്ടതല്ലേ? BJPക്ക് സ്വന്തം നിലയ്ക്ക് കിട്ടേണ്ടതാണ്. തുളസി ചേട്ടാ ഒരു വിഷമം ഉണ്ടായി. കൊല്ലംകാരാണ് SNDPയുടെ ആസ്ഥാനമൊക്കെ കൊല്ലത്താണ്. കൊല്ലത്തുള്ള സമുദായത്തിലുള്ളവർ കംപ്ലീറ്റ് വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അതിനെതിരായി ചെയ്യണമെന്നുള്ള തീരുമാനം. അഭിപ്രായം പറഞ്ഞത് കാരണം ഈ മൗനമാണ് ഡീനെ പലപ്പോഴും UDF-നെ ഇവിടെ തകരാറിലാക്കിയത്. ഒരിക്കലുമില്ല. അതിനൊന്നും ഇപ്പോ LDF-ന്റെയോ ഒരു കാര്യത്തിൽ തർക്കം വേണ്ട. ഇനിയിപ്പോ അങ്ങനെയല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന കാഴ്ചപ്പാട്, ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്, ഇക്കാര്യത്തിൽ LDF-ന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ എന്താ പറയാ വ്യാഖ്യാനങ്ങൾ, അതാണ് പ്രശ്നം. അതല്ലാതെ ഓഞ്ചിയത്ത് എഴുതി കാണിക്കുന്നു. ഓഞ്ചിയത്ത് RMPയെ തോൽപ്പിച്ചത് CPIM എങ്ങനെയാണ്? വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി. ഇത് ആർക്കാണ്? ഇതിനകത്ത് അങ്ങനെ ആരോപണം ഉന്നയിക്കാനാണെങ്കിൽ വളരെ രസകരമായ ഒരു കണക്ക് വേണമെങ്കിൽ ഞാൻ വെക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിക്ക് ശേഷം ഒരുപാട് പ്രസ്താവനകൾ ഒരുപക്ഷെ ഈ ഒരു തലക്കലിനെ ആക്കം കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ശ്രീ ആര്യാടൻ മുഹമ്മദ്, ശ്രീ K മുരളീധരൻ തുടങ്ങിയവർ രംഗത്ത് വന്നിരിക്കുന്നു. ശ്രീ ഡീൻ ശ്രദ്ധിക്കുക, ബാർ കോഴ കേസ് ഈ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ പരാജയത്തിന് വഴിവെച്ചു എന്ന് ആര്യാടൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് അന്വേഷിക്കണമെന്ന് പറയുന്നു. അത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പരാജയത്തിന് വഴിവെച്ചു. രണ്ട്, ശ്രീ K മുരളീധരനും UDF-നെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ബാർ കോഴ കേസ് അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് പറയുന്നു. ഡീൻ, വളരെ കൃത്യമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരു വിഷയത്തിൽ നിങ്ങളുടെ മൗനത്തെ വെടിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് വിജിലൻസ് കോടതിയുടെ ഇടപെടൽ വന്നത്. ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്നും വിലയിരുത്തലുണ്ടാകുമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിരിക്കുന്നു. സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടണം. സ്വാഭാവികമാണ്. ശ്രീ ആര്യാടനും മുരളീധരനും ഒക്കെ പറഞ്ഞ കാര്യം ശരിയാണ്. അത് ചർച്ച ചെയ്യപ്പെടണമെന്ന് ഡീൻ പറയുന്നു. അതിനുവേണ്ടി 11, 12 രണ്ട് തീയതികൾ. അജിത്തെ, അപ്പൊ KPCC ബാർ എന്നുള്ള സാധനം മിണ്ടർ എന്നുള്ള കാര്യം മാറി. സ്വാഭാവികമായിട്ട് ഇനിയും ചർച്ചയ്ക്ക് വരും. ആ ചർച്ചയ്ക്ക് വരുമ്പോൾ KPCC ബാർ കോഴയിൽ മാത്രം ഈ പരാജയത്തെ കെട്ടിവെക്കാൻ പറ്റുമോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാർക്കോഴ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ ബാർക്കോഴ പ്രധാനപ്പെട്ട ചർച്ച ആയെങ്കിൽ മാണി സാർ പറഞ്ഞിടത്ത് ഒരു കാര്യമുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലും എങ്ങനെ UDF പിടിച്ചു നിന്നു, ശക്തമായ പിടിച്ചു നിന്നില്ലേ? അപ്പോൾ ബാർക്കോഴ മാത്രമായി ഈ പരാജയത്തെ ചുരുക്കാൻ പാടില്ല. ഈ പരാജയം UDF-ന് ഒരു പുനഃചിന്തനയ്ക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. ആ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് കാണുന്നില്ല എന്ന് AK പറഞ്ഞെങ്കിലും ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. സമസ്ത മേഖലകളിലും UDF ഭരണത്തിൽ അഴിമതി സമഗ്രമായിരിക്കുന്നു. രമേശ് പറഞ്ഞ പോലെ ശസ്ത്രക്രിയയ്ക്ക് സമയമായി. തൊലിപ്പുറത്തുള്ള പരിശോധന മാത്രം പോരാ. ശസ്ത്രക്രിയയ്ക്ക് സമയമായി. തിരുവഞ്ചൂരിന്റെ മറുപടിയുണ്ട്. അതെ, എല്ലാ പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രിയല്ല ഭരിക്കുന്നത് തിരുവഞ്ചൂർ മറുപടി പറഞ്ഞു. രമേശ് ചെന്നിത്തല എപ്പം പ്രതികരിച്ചാലും അപ്പം തിരുവഞ്ചൂര് പ്രതികരിക്കും. കോൺഗ്രസിൽ വരാൻ പോകുന്ന രാഷ്ട്രീയം അതാണ്. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധം, നേതൃമാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി, അത് തിരിച്ചു പിടിക്കാനുള്ള അല്ലെങ്കിൽ I ഗ്രൂപ്പ് പിടിച്ചു നിർത്താനുള്ള ശ്രമം, ഇതായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്. ഒരു കാര്യത്തിൽ തർക്കമില്ല. ഇത് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതിനപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ, 2010 റിസൾട്ടിലേക്ക് മടങ്ങുക. എത്ര വലിയ വിജയമായിരുന്നു UDF-ന്. പക്ഷേ അസംബ്ലി വന്നപ്പോൾ നിലനിർത്താനായില്ലല്ലോ. അപ്പോൾ ഇതൊരു പാഠമാണ്. തീർച്ചയായും കേരളത്തിലെ തെറ്റാ പറഞ്ഞു. കാരണം 2010 ഒക്ടോബറിൽ ആണ് പഞ്ചായത്ത് ഇലക്ഷൻ. 2011 അസംബ്ലി ഇലക്ഷൻ വന്നപ്പോ UDF വന്നു.
അതതിന്റെ തുടർച്ചയായിട്ട് അത് തന്നെ വിജയിച്ചു വന്നു. വിജയത്തിന്റെ തിളക്കം കുറഞ്ഞതിനെ ആ കുറിച്ചാണ് ഞാൻ തിളക്കം പറഞ്ഞത്. കുറഞ്ഞു. സ്വാഭാവികമായി ആ majority- വിജയിച്ചാൽ മതി, തിളക്കമൊക്കെ ആര് നോക്കുന്നു? അല്ലല്ല അങ്ങനെയല്ലല്ലോ അതല്ല നമ്മൾ വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സാഹചര്യത്തിൽ വ്യത്യാസം ഉണ്ടായത് എങ്ങനെ വ്യത്യാസം ഉണ്ടായി? അപ്പോൾ ഇടതുപക്ഷം മുന്നണി അപ്പോൾ ഒന്നും പ്രവർത്തിച്ചില്ല എന്ന് പറയേണ്ടി വരും. കോൺഗ്രസ് എന്തെങ്കിലും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഇതുവരെ പുറത്ത് കണ്ടിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കാൻ KPCC നിയമിച്ച വക്കം പുരുഷോത്തമൻ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്ര അധികം പരാജയം ഉണ്ടായപ്പോൾ ആ വക്കം കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്ത് ഉഴൂർ വിജയൻ ഒരുപാട് അന്വേഷണ റിപ്പോർട്ടുകൾ എപ്പോഴും പൊടി പിടിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നോ? താങ്കൾ പണ്ട് കുറെ അന്വേഷണ റിപ്പോർട്ടൊക്കെ പൊടി തട്ടി നോക്കിയിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ചും അന്വേഷണ കമ്മീഷനെ വെക്കാൻ സാധ്യതയുണ്ട്. മാണി സാറായിരിക്കും അതിന്റെ ചെയർമാനായിട്ട് വരാൻ സാധ്യത. അപ്പൊ അതിന് സംശയമുള്ള കാര്യമാണ്. പത്തനംതിട്ട, നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോകണം. പൊതുരാഷ്ട്രീയത്തോടൊപ്പം ജില്ല 2010 പത്തനംതിട്ട 3 നഗരസഭയിൽ 3 LDF UDF, ജില്ലാ പഞ്ചായത്ത് UDF, ബ്ലോക്ക് പഞ്ചായത്ത് UDF 6-2, ഗ്രാമപഞ്ചായത്ത് നേരെ ഇരട്ടി 18 LDF 36 UDF. ഇനി 2015 എത്തുമ്പോൾ പത്തനംതിട്ട എങ്ങനെയാണ് ചിന്തിച്ചത് നോക്കുക. 2018 ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത് LDF 19 ആകുന്നു, 20 ആകുന്നു. UDF 29, 36 എന്നുള്ളത് 29 ആകുന്നു. ബ്ലോക്ക് UDF 5, LDF 3, 6-2 അത് 5-3 ആകുന്നു. ജില്ലാ പഞ്ചായത്ത് UDF നിലനിർത്തി. മുനിസിപ്പാലിറ്റി, എല്ലാ മുനിസിപ്പാലിറ്റിയും പത്തനംതിട്ടയിൽ UDF-നായിരുന്നു. 2-2 എന്നുള്ള ഇതിൽ വരുന്നു. BJPക്ക് 4 ഗ്രാമപഞ്ചായത്തുകൾ കിട്ടിയിട്ടുണ്ട്, ബാക്കി ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. ഇത് BJPക്ക് അവിടെ ഈ ഒരു നേട്ടം ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. പത്തനംതിട്ടയിൽ പ്രധാന പ്രതിപക്ഷമായതുകൊണ്ട് ലോകസഭയെ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ശ്രദ്ധേയമായ നേട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് വെള്ളാപ്പള്ളിയുടെ അക്കൗണ്ടിൽ കെട്ടിവെക്കാൻ പറ്റുമോ പത്മകുമാറെ? BJP വെള്ളാപ്പള്ളി BJPയെ സഹായിച്ചില്ലെന്ന് വരുത്തണം, അത്രയല്ലേ ഉള്ളൂ. അല്ല അത് തുളസി ചേട്ടന്റെ മനസ്സിൽ പറഞ്ഞാണ്. പത്തനംതിട്ട ഇനി വെള്ളാപ്പള്ളിക്ക് കൊടുത്തേക്കരുന്ന പത്മകുമാറെന്ന് അവിടുന്ന് പറയുന്നത് കേട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. വെള്ളാപ്പള്ളിയോടുള്ള താങ്കളുടെ ഇത്ര ഈ അതിരികവിഞ്ഞ പ്രേമം എന്തൊക്കെ നമുക്ക് വല്ലാതെ തോന്നുന്നു. അതല്ല എപ്പോ പറഞ്ഞാലും വെള്ളാപ്പള്ളി ലാലുവിട്ടോട്ടെ. അതെ, ഇനി നമ്മൾ സ്വാഭാവികമായിട്ടും പത്തനംതിട്ട കഴിഞ്ഞ് അടുത്ത ജില്ലയിലേക്ക് പോവുകയാണ്. അടുത്ത ജില്ല ആലപ്പുഴ, വളരെ പ്രധാനപ്പെട്ട ജില്ല ആലപ്പുഴ. 2010 5 നഗരസഭയിൽ 4 നഗരസഭയും UDF ഭരിച്ചു. ഒരു നഗരസഭയിൽ മാത്രമായിരുന്നു LDF ഉണ്ടായിരുന്നത്. ജില്ലാ പഞ്ചായത്ത് 23-ൽ 13 LDF, 10 UDF, ബ്ലോക്ക് പഞ്ചായത്തിൽ 6-6, ഗ്രാമപഞ്ചായത്തിൽ 37-36 സമാസമം. ഇതായിരുന്നു ആലപ്പുഴയുടെ ചിത്രം. ആലപ്പുഴ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തട്ടകങ്ങളിൽ ഒന്ന്. SNDP BJP ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലബോറട്ടറി. ഈ ലബോറട്ടറിയിൽ എന്ത് സംഭവിച്ചു? ഗ്രാമപഞ്ചായത്തിൽ LDF നില മെച്ചപ്പെടുത്തുന്നു. 37-46 ആകുന്നു. UDF 25-ലേക്ക് പോകുന്നു. BJP 1. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ 6-6 ആയിരുന്നത് 9-3 എന്നുള്ള സംഖ്യയിലേക്ക് വരുന്നു. ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തുന്നു. മുനിസിപ്പാലിറ്റി 2-4 എന്ന തലത്തിലേക്ക് തന്നെ മാറുന്നു. അല്ലേ? ഇതാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വലിയൊരു അന്തരം അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ LDF ഭയന്നതുപോലെ SNDP BJP ഒരു വിള്ളൽ സൃഷ്ടിച്ചിട്ടുമില്ല. നഗരങ്ങളിൽ നഗരപ്രദേശത്ത് എനിക്ക് തോന്നുന്നു SNDP BJP ആ ഒരു ബന്ധം ഫാക്ടർ ആയിട്ടുണ്ട്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടിംഗ് തന്നെ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും SNDP അതിൻ്റെ പരമാവധി ശ്രമം നടത്തിയ പ്രദേശങ്ങളായിരിക്കും ഈ ആലപ്പുഴ. പ്രത്യേകിച്ച് ആലപ്പുഴ നഗരസഭ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന LDF-ന്റെ നഗരസഭയാണ്. ആ നഗരസഭ നഷ്ടപ്പെട്ടു. അപ്പോൾ നഗരത്തിൽ എന്താണ് SNDP പാർട്ടിക്കാണ് കിട്ടിയത് അവിടെ.
അതെ, കാരണം വോട്ട് അത് നേരത്തെയും UDF ഭരിച്ചിട്ടുണ്ട്. അതല്ല ഈ പറഞ്ഞ SNDP BJP ഫാക്ടറിന്റെ ഒരു പ്രയോജനം അങ്ങനെയാണല്ലോ പലയിടത്തും ഈ വാസ്തവത്തിൽ വോട്ട് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് LDF അല്ല ചിലയിടത്ത് ഗുണം ചെയ്തിട്ടുള്ളത്, ചിലയിടത്ത് UDF ഗുണം ചെയ്തിട്ടുള്ളത്. പക്ഷേ തിരുവനന്തപുരത്ത് ഇത് വന്നിട്ടുള്ള സമയത്ത് UDF BJP എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഈ പറഞ്ഞ SNDP BJP ഫാക്ടറിന്റെ പ്രയോജനം കിട്ടിയത് തൃശ്ശൂർ നമുക്കിത് ഡീന്റെ പാർട്ടിക്കാണ്, UDF നമ്മളിനി മറ്റൊരു ജില്ലയിലേക്ക് പോകുന്നതിന് ക്വിക്കായിട്ട് അതിനുശേഷം നമ്മൾ സംസ്ഥാനത്തിന്റെ റൗണ്ട് അപ്പിലേക്ക് പോകേണ്ട സമയമായിരിക്കും. ഒരു കാര്യം കൂടെ ഉണ്ട്. ആലപ്പുഴയിൽ കോൺഗ്രസും വെള്ളാപ്പള്ളിയും നേർക്കുനേറായിരുന്നു പല പ്രശ്നങ്ങളിലും. VM സുധീരനായിരുന്നാലും ഷുക്കൂർ ആയിരുന്നാലും ഇപ്പം വെള്ളാപ്പള്ളിക്കെതിരെ ഉള്ള ഒരു സംഭവം പരസ്പരം കോൺഗ്രസുമായിട്ടായിരുന്നു അവരെ പോരടിച്ചു നിന്നിരുന്നത് കൂടുതലായിരുന്നു. CPM-ആയിട്ടായിരുന്നു ഞങ്ങൾ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് ആലപ്പുഴ ഞാൻ പറഞ്ഞു അല്ല, അത് കാണാതെ പോകരുത്. ചേർത്തല തന്നെ 2 ഉണ്ടായിരുന്നത് ഞങ്ങളിപ്പോ 5 മെമ്പർമാരാക്കിയിട്ട് വയലാറിൽ വരെ ഞങ്ങളൊരു എങ്ങനെയാണ് അല്ല വയലാറിൽ വരെ കേട്ടോളണം. അതുപോലെ ചേർത്തല നഗരസഭയിൽ 8 സ്ഥലത്ത് ഞങ്ങൾ 2ാം സ്ഥാനം വന്നു. നിസ്സാരമായിട്ട് കണക്കാക്കരുത്. കടക്കരപ്പള്ളി പഞ്ചായത്തിൽ 8 സ്ഥലത്ത് ഞങ്ങൾ 2ാം സ്ഥാനം വന്നു. അപ്പൊ ഇതൊക്കെ ജയിച്ചില്ല എന്നുള്ളത് സത്യമായിരിക്കാം. പക്ഷെ ഞങ്ങളുടെ പ്രസൻസ് ആ പഞ്ചായത്തിൽ വളരെ കോട്ടയം ജില്ല, അടുത്ത ജില്ലയിലേക്ക് നമ്മൾ പോകുന്നു. കോട്ടയം, എനിക്ക് തോന്നുന്നു ഈ മാണി സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകൾക്ക് നിദാനമായത് കോട്ടയത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു സംഖ്യ കോട്ടയം പ്രധാനിച്ചിട്ടുണ്ട്. ഡീനും കൂടി പരിചയമായിട്ടൊരു തട്ടകമാണ് കോട്ടയം. നല്ല പരിചയമുണ്ട്. മല കയറി പോയിട്ട് താഴേക്ക് ഇറങ്ങിയതാണെങ്കിലും വേണ്ടില്ല, ഡീന് പരിചയമുള്ള തട്ടകമാണ് കോട്ടയത്തിൻ്റെ സ്ഥിതി. കോട്ടയം നഗരസഭയിൽ 3 നഗരസഭയിൽ UDF ആയിരുന്നു, 1-ൽ മാത്രം LDF. ജില്ലാ പഞ്ചായത്ത് മൃഗീയമായ ഭൂരിപക്ഷത്തിന് UDF, ബ്ലോക്ക് പഞ്ചായത്ത് മൃഗീയമായ ഭൂരിപക്ഷം UDF, ഗ്രാമപഞ്ചായത്ത് 13-60 എന്ന കണക്കിൽ UDF മൃഗീയമായ ഭൂരിപക്ഷം. 2010 2015 നോക്കുക, അതായത് 60-49 ഗ്രാമപഞ്ചായത്ത് ചുരുങ്ങിയിരിക്കുന്നു. 13-22 ഗ്രാമപഞ്ചായത്തിൽ LDF നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ബ്ലോക്കിൽ 9 UDF 2 LDF. ജില്ലാ പഞ്ചായത്ത് UDF നിലനിർത്തിയിരിക്കുന്നു. മുനിസിപ്പാലിറ്റി 4 മുനിസിപ്പാലിറ്റി UDF കിട്ടിയപ്പോൾ 2 മുനിസിപ്പാലിറ്റി LDF കിട്ടിയിരിക്കുന്നു. ഇവിടെ BJP പ്രത്യേകിച്ച് ഒരു ഘടകമായില്ല. എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ കോട്ടയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ പ്രഭാവം ഉണ്ടാകുമെന്ന് ധരിച്ചിരുന്ന സ്ഥലമാണ് കോട്ടയം, പ്രത്യേകിച്ച് പഞ്ചായത്തുകളിൽ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം 4 പഞ്ചായത്തുകളിൽ SNDP BJP ഭരിക്കുമെന്നായിരുന്നു. 4 പഞ്ചായത്തുകളിൽ. പക്ഷേ പത്മകുമാർ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അവിടെ കുമരകത്തൊരു ചെറിയ നോക്കുക, ബാക്കി പഞ്ചായത്ത് നോക്കണം. അല്ല വേണ്ട, 5 മെമ്പർമാർ ജയിച്ച സ്ഥലമുണ്ട്. അത് 2 തന്നെ കാണിക്കുന്നു. ഭരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ 1 വോട്ടിന് 1 വാർഡ് തോറ്റു, 2 വോട്ടിന് 2 വാർഡ് തോറ്റു എന്ന് പറയുമ്പോൾ അവിടെ BJP ഇല്ല എന്ന് പറയാൻ പറ്റും? അല്ല, ഞാൻ അതേ പറഞ്ഞു. അതുകൊണ്ട് ഭരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതായത് 4 പഞ്ചായത്തുകൾ SNDP ഡോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞതാണ്. അതായത് ഉഴവൂർ വിജയൻ സാർ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. പറയൂ സാർ. അല്ല, അവിടെ മണി സാറിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ PC ജോർജിൻ്റെ പാർട്ടിക്കാർ തോൽപ്പിച്ചത് മാണി സാറിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളിനെയാണ്. അവർ തമ്മിലാണല്ലോ സ്റ്റേജിൽ വെച്ച് പിടുത്തം ഉണ്ടായത്. ആ പിടുത്തം ഉണ്ടാക്കിയ ആളിനെ തറ പറ്റിച്ചുകൊണ്ടാണ് PC ജോർജിന്റെ കേരള കോൺഗ്രസ് അവിടെ മുൻതൂക്കം ഉണ്ടാക്കിയെടുത്തത്. അത് അജിത്തെ നമുക്കൊന്ന് പരിശോധിക്കേണ്ട കാര്യം. അത് ഒരുപക്ഷെ ഗ്രാമപഞ്ചായത്തിലേക്ക് പോകണം. കോട്ടയത്തെ, അതായത് PC ജോർജിന് വലിയൊരു ബ്രീത്തറാണ്. അതായത് അരുവിക്കരയ്ക്ക് ശേഷമുള്ള ക്ഷീണം മാറ്റാൻ PC ജോർജിന് കോട്ടയത്തെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പൂഞ്ഞാറ്, ഈരാറ്റുപേട്ട എന്നീ സ്ഥലങ്ങളിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ LDF ഒരു മുൻതൂക്കം ഉണ്ടാകാൻ കഴിഞ്ഞു. പൂഞ്ഞാറില് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ അതായത് ശ്രദ്ധേയമായിട്ടുള്ള PC ജോർജ് കണക്ക് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഡീൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അത് പോകേണ്ടതായിരുന്നു, പക്ഷേ അത് പോകേണ്ട കാര്യമില്ല എന്ന് ഡീൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് PC ജോർജിന്റെ നോക്കുക, പൂഞ്ഞാറ് നോക്കുക. അതോടൊപ്പം തന്നെ കോട്ടയത്ത് മറ്റ് സ്ഥലങ്ങളിൽ UDF കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മികച്ച വിജയം ഉണ്ടായിട്ടുണ്ട്. എനിവേ PC ജോർജിന്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ ഭദ്രമാണെന്ന് അജിത്തെ പറയേണ്ടിയിരിക്കുന്നു. അരുവിക്കര വന്നപ്പോൾ തകർന്നായിരുന്നു, ഇപ്പോൾ അത് മെച്ചപ്പെട്ടു. LDF വോട്ടുകൾ, LDF സീറ്റുകളാണത്. പൂഞ്ഞാറിൽ കിട്ടിയിരിക്കുന്നത് LDF
അത് പൂഞ്ഞാറിൽ സ്വാഭാവികമായിട്ടും ഈ ബാർക്കോഴ അഴിമതിയുമായി ബന്ധപ്പെട്ട ചർച്ച ഒരുപാട് രീതിയിൽ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. PC ജോർജ് എന്ന് പറയുന്നത് ഇത്രയും കാലം UDF വേണ്ടി ഈ ചാനലുകളിൽ കഠിനമായി അധ്വാനിച്ച ഒരാളാണ്. അദ്ദേഹം തിരിഞ്ഞു നിന്നുകൊണ്ട് അതിനകത്ത് നടന്ന കാര്യങ്ങൾ തുറന്നടിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കും. അല്ലെങ്കിലും പൂഞ്ഞാറിൽ നല്ല സ്വാധീനം PC ജോർജ്